കൽപ്പറ്റ SKJM ഗ്രൗണ്ടിൽ നിന്ന് അവിടെയാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്നാണ് അദ്ദേഹം റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് അടക്കം പോവുക. മിഥുൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഇനി അധികം സമയം കാത്തിരിക്കേണ്ട നമ്മൾ പ്രധാനമന്ത്രിയുടെ വരവിന്. ഇപ്പോൾ സമയം 9:25 ആയിരിക്കുന്നു. 11:55 അദ്ദേഹം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നു, അവിടെ വ്യോമ നിരീക്ഷണം നടത്തും. അതിനുശേഷമാണ് അദ്ദേഹം ദുരന്ത ബാധിത മേഖലകളിലേക്ക് പോവുക. ഏറ്റവും പ്രധാനമായി ഈ നാട് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രി അംഗീകരിക്കുമോ? 2000 കോടിയുടെ പാക്കേജ് അദ്ദേഹം പ്രഖ്യാപിക്കുമോ? അതിലുപരിയായി ഈ വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ പ്രധാനമന്ത്രി എന്നാണ്. അത് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മിഥുൻ? അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഡൽഹിയിലെത്തിയ ശേഷം ഒരു ചർച്ചകൾക്ക് ശേഷമായിരിക്കുമോ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നാണ് പൊതുവെ പ്രേക്ഷകരൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടാവുക മിഥുൻ? ഭവ്യ, ഇന്ന് ഈ ഒരു ദുരന്തബാധിത മേഖലകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഒരു ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ മന്ത്രിമാരുമായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിവ്യൂ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഈ ഒരു ദുരന്തത്തിന്റെ ഇത്രയും അധികം വ്യാപ്തി അദ്ദേഹം നേരിട്ടെത്തി മനസ്സിലാക്കിയതിനു ശേഷം ഇക്കാര്യങ്ങളിൽ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു റിവ്യൂ മീറ്റിംഗിൽ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റൊരു പ്രഖ്യാപനങ്ങളിലേക്ക് ഇന്ന് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അത് ഇനിയുള്ള ഈ ഒരു കേന്ദ്ര വിദഗ്ധ സംഘം എത്തിയ അവരുടെ റിപ്പോർട്ടുകളടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഒപ്പം തന്നെ ധനമന്ത്രാലയത്തിനും ആ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനുശേഷമാണ് ഈ ഒരു കാര്യത്തിലൊരു വ്യക്തമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതാണ് ഒരു പ്രോസസ്സ്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സാധാരണഗതിയിൽ നടക്കില്ല. ഈ ഒരു റിപ്പോർട്ട് ഉടനടി തന്നെ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഓരോ ഘട്ടത്തിലും കൃത്യമായ വിവരങ്ങൾ കേന്ദ്രത്തെ കേരളം അറിയിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടടക്കം ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പഠനങ്ങൾ നടത്തി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, ദുരന്തത്തിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്, ഒപ്പം തന്നെ എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും എത്ര പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു വിവരങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്ര സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഘവും ഇത് നേരിട്ടെത്തി വിലയിരുത്തിയതിനു ശേഷമാണ് ഈ ദുരന്തബാധിത മേഖലയിലെത്തി അവിടെയൊക്കെ സന്ദർശിച്ചതിനു ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകും. ആ ആഭ്യന്തര മന്ത്രാലയം ഇത് ധനമന്ത്രാലയത്തിനും നൽകുകയും ചെയ്യും. ഇവർ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് ഇത് ഏത് കാറ്റഗറിയിൽ പെടുത്തണം, ഒപ്പം തന്നെ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കുന്ന റിവ്യൂ മീറ്റിംഗിൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യമാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത്. അത് പ്രതീക്ഷ വെച്ച് തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്, വയനാട്ടിലെ ജനത മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തിന്റെ സഹായം പല ഘട്ടങ്ങളിലും നമുക്ക് ലഭ്യമാകാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ ഈ ദുരന്തം നേരിടുന്നതിന് പലകുറി ഓരോ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുകയുണ്ട്. അതിൽ നമുക്ക് മാത്രം ലഭിക്കുന്നത് 221 കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ തവണ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായി നമുക്കറിയാം നമ്മുടെ ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നൽകുന്നതിനെ അപേക്ഷിച്ച് വളരെ ചെറിയ തുകയാണ് നൽകുന്നത് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ കേരള സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതൊക്കെ കൃത്യമായി കേന്ദ്രത്തെയും ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയത്തെയും ഒക്കെ തന്നെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ്. അതൊക്കെ വരും നാളുകളിൽ അതിലൊരു മാറ്റമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അതൊക്കെ പ്രധാനമന്ത്രിയെ ഇന്ന് കാണുമ്പോൾ അറിയിക്കുമെന്ന് തന്നെയാണ് കേരള സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ നേരിട്ട് ബോധിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. അദ്ദേഹം നേരത്തെ ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച ശേഷം ഇക്കാര്യത്തെക്കുറിച്ച് പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അത് വിദഗ്ധ സമിതി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ ഒരു കാര്യത്തിലേക്ക് ഏതൊക്കെ പാക്കേജ് നൽകണം, എത്രത്തോളം രൂപ നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തൂ എന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രിമാരുമായി മന്ത്രിതല ഉപസമിതിയുമായി അദ്ദേഹം കൂടിയാലോചന നടത്തിയപ്പോൾ ഈ കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. ഒപ്പം തന്നെ അദ്ദേഹം മലയാളി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വയനാടിന്റെ ജനത അനുഭവിക്കുന്ന ദുരന്തം നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി പ്രധാനമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യേകിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ആ ഒരു തെരച്ചിൽ, കഴിഞ്ഞ ദിവസം ജനകീയ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അത് ചരിത്രത്തിൽ തന്നെ ആദ്യമായി തന്നെയാണ് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. കാരണം കൃത്യമായി ഇവർക്ക് മാത്രമേ, ഈ പ്രദേശവാസികൾക്ക് മാത്രമേ ഇവിടെയുള്ള തെരച്ചിലിനെ കുറിച്ചോ അല്ലെങ്കിൽ എവിടെയായിരുന്നു ഈ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ആ ഒരു ജനകീയ തെരച്ചിലിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ കടക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ കടന്നുവരവോടുകൂടി ഈ ജനകീയ തെരച്ചിൽ നിന്നില്ല എങ്കിൽ പോലും തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒപ്പം തന്നെ SOG ടീമിന്റെയും NDRF സംഘങ്ങൾ
സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ഭാഗികമായ തെരച്ചിൽ ഈ മേഖലകളിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചൂരൽമലയിലും അതുപോലെ അട്ടമലയിലും മുണ്ടക്കൈയിലും ഒപ്പം തന്നെ ചാലിയാറിലും ഈ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട്. വ്യാപകമായി തന്നെ പുഞ്ചിരിമറ്റത്തും ഈ ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രധാനമന്ത്രി ഈ ഒരു ബെയിലി പാലത്തിന് സമീപത്തേക്ക് റോഡ് മാർഗം എത്തും. ആദ്യം ഇവിടെ വന്നിറങ്ങിയ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം ഈ SKJM ഗ്രൗണ്ടിൽ പറന്നിറങ്ങിയതിനു ശേഷം അദ്ദേഹം തിരികെ റോഡ് മാർഗം ആദ്യം പോകുന്നത് ഈ ചൂരൽമലയിലേക്ക് ബന്ധിപ്പിക്കുന്ന ആ ഒരു താൽക്കാലിക പാലമായിട്ടുള്ള ബെയിലി പാലത്തിലേക്കാണ്. ആ ബെയിലി പാലത്തിൽ നിന്ന് ആ ദുരന്തമുഖത്തിലെ ആ വ്യാപ്തി ആ കാര്യങ്ങൾ അദ്ദേഹം ഗ്രൗണ്ടിലിറങ്ങി അദ്ദേഹം ആദ്യം പരിശോധിക്കും. അതിനുശേഷമാണ് പിന്നീട് ഷെഡ്യൂൾ പ്രകാരം ആദ്യം ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുക. ക്യാമ്പുകളിൽ കഴിയുന്ന ജനവിഭാഗങ്ങളെ അവർ നേരിട്ട ആ ദുരനുഭവം അദ്ദേഹത്തെ നേരിട്ട് തന്നെ അവർ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 75ഓളം പേർ പോലും ചികിത്സയിൽ കഴിയുന്നുണ്ട് ഈ ഒരു നിംസ് ഹോസ്പിറ്റലിൽ. അവിടെ ആ ഹോസ്പിറ്റലിൽ എത്തി അവിടുത്തെ ഈ ഒരു ദുരിതം പേറി പരിക്കേറ്റ് കിടക്കുന്ന ആ ഒരു ജനവിഭാഗങ്ങളെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹം റോഡ് മാർഗം തിരികെ കൽപ്പറ്റയിലേക്ക് എത്തും. കൽപ്പറ്റയിലെ കളക്ടറേറ്റിലെത്തി റിവ്യൂ മീറ്റിംഗിലും അദ്ദേഹം പങ്കെടുക്കും. ആ രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് 2:20 അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. ഭവ്യ, MC മിഥുനാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഞാൻ